ഹായ് ഫ്രണ്ട്സ്, ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ LDC എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു, ഈസി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മൻസൂർ അലി സാർ പറയുന്ന കട്ട് ഓഫ് വന്നിട്ട് 60 മുതൽ 70 വരെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ടഫൊന്നും അല്ലായിരുന്നു. ഏകദേശം നല്ല രീതിയിൽ പഠിച്ചവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്തെന്ന് വെച്ചാൽ എങ്ങനെ വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്യാം എന്നതുള്ളതാണ്. അപ്പോൾ എത്ര തവണ ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ വ്ലോഗൊക്കെ കണ്ടിന്യൂ ആയിട്ട് കാണുന്നവർക്കറിയാം. PSCയുടെ യഥാർത്ഥ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള മന്ത്രവും അതുതന്നെയാണ്. പലതവണ പഠനം മുടങ്ങിയെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കും പഠനം മുടങ്ങിയെന്നത് വരുന്നത്. അപ്പോൾ എനിക്ക് മുടങ്ങിയത് മിക്ക തവണയും വയ്യാതാവുകയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വർഷത്തിലൊരിക്കലാണ് പനിയും ജലദോഷമൊക്കെ വന്നു പോകുന്നതെങ്കിൽ ഇപ്പോൾ മാസത്തിൽ 2 തവണയെങ്കിലും പനിയും ജലദോഷവും ഒക്കെ വന്നു പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇമ്മ്യൂണിറ്റി കുറഞ്ഞതാണോ ഇനി വേറെ എന്താണ് പ്രശ്നമെന്നറിയില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്തിരിയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ ഈ പനിയും എല്ലാ അസുഖങ്ങളും മാറാതെ പിന്തുടരുകയാണ്. അപ്പോൾ എൻ്റെ മരുന്നെല്ലാം ഇന്നത്തോടെ തീർന്നിട്ടുണ്ട്. സന്തോഷമായി. കഴിച്ച് വായിലെല്ലാം പുണ്ണ് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് കൊറോണ ആയിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അസുഖം ഏകദേശമൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും മരുന്നൊക്കെ കഴിച്ച് നിർത്തി. അപ്പോൾ നമ്മുടെ പഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേബിളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്. എന്തായാലും ആദ്യത്തെ വലിയൊരു ടാസ്ക്കാണ് ഈ അലങ്കോലമായി കിടക്കുന്ന ഈ ടേബിളിനെ ക്ലീൻ ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെ പ്ലാൻ ആയിരുന്നു എന്നറിയോ? പല രീതിയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. പെട്ടെന്ന് വന്ന ഒരു പനി അങ്ങനെ ചെറുതായിട്ടൊന്ന് നിസ്സാരവൽക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ 3 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എൻ്റെ ഈ ഒരു ആഗസ്റ്റ് മാസം മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പഠനം വീണ്ടും തുടങ്ങണം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നേന്ന് പഠിക്കണം. ഏറ്റവും വലിയ സങ്കടമാണ് ഇങ്ങനെ വീണ്ടും പഠിച്ചത് തന്നെ വീണ്ടും പഠിച്ചു വരുന്ന കാര്യം. മുമ്പൊക്കെ ആണെങ്കിൽ പരീക്ഷയുടെ ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വന്ന ശേഷമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നന്നാവണമെന്ന് ചിന്ത വന്നതിന് ശേഷം ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല. എന്തായാലും വീണ്ടും നമ്മൾ പഠിക്കും. അതാണ് വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളെ മുന്നിൽ തന്നെ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പഠനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി എന്തായാലും സെപ്റ്റംബർ 1 മുതൽ നമ്മൾ പഠനം തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര ദിവസം നമ്മുടെ പഠനം ബ്രേക്ക് ആവുമെന്നൊന്നും അറിയില്ല. എങ്കിലും വിട്ടുകൊടുക്കാൻ പോടില്ല. നമ്മൾ പഠിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ എൻ്റെ അടുത്ത് ഈ എക്സാം എടുക്കുമ്പോൾ എനിക്കൊരു ടെൻഷനും കാണത്തില്ല. പക്ഷേ വീട്ടുകാർക്കായിരിക്കും ഏറ്റവും വലിയ ടെൻഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, പടിമോളെ പടിയെന്ന് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് തലയിൽ കൈവച്ച് വിളിക്കും. പക്ഷേ ഞാൻ പരീക്ഷയുടെ തലേന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ജയിച്ചു പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് പനി വന്നതിന് ശേഷം എൻ്റെ അമ്മ എപ്പോഴും പറയും, മോളെ നീ പഠിക്കല്ലേ, ചെന്ന് ഇത്തിരി കുറച്ച് റെസ്റ്റ് എടുക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മളിങ്ങനെ ഒരു ചാനലും തുടങ്ങി, ടെലഗ്രാം ചാനലും തുടങ്ങി, കുറേ കുട്ടികൾക്ക് പ്രോമിസും കൊടുത്തിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്താലോ എന്തായിരിക്കും സ്ഥിതി എന്ന് വിചാരിച്ചിട്ട് മൊബൈൽ എടുത്തെങ്കിലും എന്തെങ്കിലും ക്ലാസ് കേൾക്കണമെന്ന് വിചാരിക്കും. പക്ഷേ തലവേദന കൂടും, വീണ്ടും ചെന്ന് കിടക്കും. അതാണ് ഇപ്പോഴത്തെ ഡെയിലി റൊട്ടീൻ കേട്ടോ. അപ്പോൾ അമ്മയെ കാണാതെയും വീട്ടിലുള്ളവരെ കാണാതെയൊക്കെയാണ് ചെന്നിരുന്ന് പഠിക്കുന്നത്. എങ്കിലും പഠനം നല്ല രീതിയിലൊന്നും പോകുന്നില്ല. ഭയങ്കര സങ്കടമുണ്ട്. ഇങ്ങനെ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഇപ്പോഴും പഠിക്കും ബ്രേക്ക് ആവുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കാരണം പഠനം ബ്രേക്ക് ആക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ പഠിക്കണമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാം എതിരായിട്ടാണ് നടക്കുന്നത്.
എന്തായാലും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒരു കിൻഡൽ ബുക്കുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു കസിൻ്റെ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. പുള്ളിക്കാരി IAS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച പുസ്തകങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ BDO മെയിൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വാങ്ങി വെച്ചത്. കിട്ടും മുമ്പ് വരെ വലിയ ടെൻഷനായിരുന്നു. അയ്യോ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും പഠിക്കാനുള്ള മെറ്റീരിയൽ ഇല്ല എന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരുന്നു. പിന്നെ ഡെയിലി വിളിച്ച് കൊണ്ടുവന്ന ബുക്കുകളാണ്. പക്ഷേ കിട്ടിയതും എനിക്കും പനിയടിച്ചു. അതിനുശേഷം എല്ലാം കൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒരു 2 മാസമേ നമുക്ക് കറക്റ്റായിട്ട് LSGS പഠിക്കാൻ വേണ്ടിയിട്ട് സമയമുള്ളൂ. അതിനിടയിൽ ഇതൊന്നും ഫിനിഷ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ പഠിക്കണോ വേണ്ടയോ എന്ന് വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് സിലബസ് മാത്രം കവർ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേബിളൊക്കെ ഏകദേശമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യൂ കേട്ടോ. ടെലഗ്രാം ചാനൽ ബാൻ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ LSGS ക്വിസ് ബോട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് 12 തൊട്ട് 1 വരെ നടക്കുന്നുണ്ട്. അതുപോലെ LDCയും അതുപോലെ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും 9 മുതൽ 10:30 വരെയും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി ക്വിസ് ബോട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികളുണ്ട് പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള. അപ്പോൾ പഠിക്കാൻ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ലെങ്കിലോ മോട്ടിവേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന കുട്ടികൾക്കും ഡെയിലി വന്ന് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പഠിക്കാൻ കുറച്ച് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കിട്ടുമ്പോൾ നമ്മൾ താനേ പഠിച്ചു പോകും കേട്ടോ. അങ്ങനെയാണ് ഏറ്റവും വലിയ ലോകമടിച്ചിയിൽ നിന്ന് ഞാനിപ്പോൾ ഇത്തിരിയൊക്കെ കരകയറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഡെയിലി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മടിയും ആലസ്യവും സങ്കടവും മറ്റുള്ളവരുടെ കളിയാക്കലൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഡെയിലി പഠിക്കാൻ നിങ്ങൾ എന്തായാലും ടൈം കണ്ടെത്തിയാൽ നമുക്ക് ഈ എക്സാമൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ.